ഈ തോതിൽ രാത്രി 2:30 മണിയപ്പോൾ സമയം. ഈ സൗണ്ട് കെട്ടി ഞാൻ ഉണ്ട്. വികാസ് തുണിയിട്ടാണ്ട് വാതിലിട്ട് മുടങ്ങിക്കാം. ഇത് കണ്ടില്ലേ, ഉള്ളിൽ നന്നായിട്ട് പൊളിഞ്ഞീണ് മൊത്തത്തിൽ. അത് സൗണ്ട് കേട്ടാണ്ടാണ് ഞാൻ ഇത് ഇതാക്കിയത്. ലോക്കൊക്കെ കഴിച്ചുണ്ടോ, ലോക്കൊക്കെ എല്ലാ ലോക്കും സാധനമൊക്കെ കഴിച്ചിണ്. എന്നിട്ടൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഈ വാതിൽ തോതിൽ പൊളിച്ചത്. വികാസ് ഇതുണ്ടോ, വികാസ് തുണി വെച്ചാണ്ട് പൊട്ടിച്ചിട്ടാണ്. അത് വർക്ക് ഏരിയന്ന് തുറന്നാണ്ട് വികാസ് എടുത്താണ്ടാണ് എടുത്തത്. ആ മുണ്ട് ഇതിനുള്ളിൽ തിരികെ വെച്ചിരിക്കുകയാണ്. മുണ്ട് കണ്ട ഇത്തോതിൽ പൊളിച്ചിരിക്കുകയാണ്. ഇതുണ്ട്, ഈ പൊളിഞ്ഞിട്ടും ഇത് പോരാത്തോണ്ട് ഈ ലോക്കൊക്കെ പൊട്ടി പോകുന്നത്. ഈ ലോക്ക് പോകുന്ന ഈ മോളത്തെ ലോക്ക് ഇതൊക്കെ പൊളിഞ്ഞിട്ട് അതൊക്കെ പൊളിഞ്ഞു പോകുന്നു. ഇതാ കുറ്റിയടക്കം മുടങ്ങിട്ട് കുറ്റി പോകുന്നു. ഇതൊക്കെ ജനാലിന്റെ ഇതാ ഇതൊക്കെ പൊളിഞ്ഞു പോകുന്നു. ഇത് ഈ വാതില് മാത്രല്ല, ചെടി പൊളിച്ചിക്കാണേ. വാതിന്റെ പൊളിയല്ല കഴിയുന്നത്, ആ ചെടിയാണ് പൊളിച്ചത്. അതിന്റെ ഇതാണ് പണിയായുധം പുറത്തൊക്കെന്ന് പറയുന്നത്. മലപ്പുറത്തൊരു വീട്ടില് പുലർച്ചെ 2:30 മണിക്കല്ല 2 മണിയായപ്പോൾ നല്ല മഴയുള്ള ഒരു രാത്രിയിൽ ആ വീട്ടിൽ ഒരു കള്ളൻ കയറാൻ ശ്രമിച്ച ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു പിക്കാസിന് തുണി ചുറ്റിയിട്ട് വാതിലിൻ്റെ ഇടയിൽ കൂടെ, കട്ടലയുടെ ഇടയിൽ കൂടെ ഇടിച്ചകത്തോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അത് പൊളിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ രാത്രി അത്രയും, അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉറങ്ങുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണി മുതൽ 4 മണി വരെയുള്ള ഒരു സമയം നല്ല ഡീപ്പ് സ്ലീപ്പായിരിക്കും നമ്മൾ. ആ ഒരു സമയത്താണ് കള്ളന്മാർ സാധാരണഗതിയിൽ കക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അങ്ങനെ ഒരു 2:30 മണിക്ക്, പ്രത്യേകിച്ച് മഴയും കൂടി ഉള്ള സമയത്താണെങ്കിൽ സൗണ്ട് കേൾക്കൂലല്ലോ. അങ്ങനെ തുണി ചുറ്റി പിക്കാസ് കൊണ്ട് അതിന് ഇടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ആ വീട്ടുകാർ ലൈറ്റ് ഇട്ടപ്പോൾ കള്ളൻ ഓടി. അപ്പോൾ ആ വീട്ടിൽ അയാൾ എങ്ങനെയാണ് കയറാൻ ശ്രമിച്ചത് എന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. അത് കണ്ടോ? അല്ലെങ്കിൽ മാൻഷന്മാർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ ഇവിടെ കട്ടുണ്ടാവും. അവനാ കയറ കിട്ടവന്റെ അല്ല കോണി പിടിക്കും. ആ കയറ് ആ കല്ലൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. അവനവിടുന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടുന്ന് നേരെ ഓടി. ആ ശബ്ദം കേട്ട് ലൈറ്റ് ഇട്ടപ്പോൾ അവൻ അവിടെ നിന്ന് ഓടിയിട്ട്, സ്ഥലമൊന്നും വലിയ പരിചയമില്ലാത്തവനാണെന്ന് തോന്നുന്നു, നേരെ പോയിട്ട് വീണതൊരു പൊട്ടക്കിണറ്റില്ല. പണ്ട് മീശമാധവൻ സിനിമയിലൊക്കെ കണ്ടതുപോലെ ഈ ചങ്ങാതി നേരെ പോയി പൊട്ടക്കിണറ്റിൽ വീണു. നാട്ടുകാർ രാത്രി അവിടെ കണ്ടുപിടിച്ചു. രാവിലെ ആയപ്പോൾ പോലീസ് വന്ന് പോലീസിന് പിടിച്ചു കൊടുത്തു. ഇപ്പം നമ്മുടെയൊക്കെ വീടിന് ചുറ്റുവട്ടത്തും ഈ പറഞ്ഞതുപോലെ ഈ പല പണിയായുധങ്ങളും നമ്മൾ പുറത്ത് വെക്കും. കള്ളന്മാർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് കയറാൻ വളരെ സിമ്പിളാണ്. ആ വീടിന് ചുറ്റിൽ എവിടെയെങ്കിലും ആ വീടിൻ്റെ വാതിൽ പൊളിക്കാനുള്ള ആയുധങ്ങൾ അവിടെ വീടിന് പുറത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു സത്യമായൊരു കാര്യം. ഈ വീടിൻ്റെ പിക്കാസ് അതിൻ്റെ വർക്ക് ഏരിയയിൽ ഉണ്ടായിരുന്നു. വർക്ക് ഏരിയ തുറന്ന് ആ പിക്കാസ് എടുത്തിട്ടാണ് ആ വീടിൻ്റെ വാതിൽ പൊളിച്ചത്. അപ്പോൾ അങ്ങനെയാണ് മലപ്പുറത്ത് ഒരു വീട്ടിൽ കള്ളൻ കയറാൻ ശ്രമിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും വീടിന് പുറത്ത്
നമ്മുടെ പണിയായുധങ്ങൾ സാധനങ്ങളോ ഒന്നും തന്നെ വെക്കരുത്. വീടിൻ്റെ വാതിൽ തുറക്കാനും വാതിൽ പൊളിക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ വീടിന് ചുറ്റും വെച്ചിട്ടുണ്ടാകും. ഒരിക്കലും അത് വെക്കരുത്. ഇനി അങ്ങനെ നമുക്ക് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് അത് ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇന്ന് ആ വീട്ടിൽ സംഭവിച്ചെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ആരുടെ വീട്ടിലും ഇനി രാത്രി കാലങ്ങളിൽ വളരെ ഡീപ്പ് സ്ലീപ്പ് ആണെങ്കിൽ പോലും എന്താ പറയുക, നമ്മുടെ വീട് കുത്തി തുറക്കാൻ പറ്റുന്ന ആയുധങ്ങളൊന്നും പുറത്ത് വെക്കാതിരിക്കുക. എപ്പോഴും ഒരു ശ്രദ്ധയുള്ളത് നല്ലതായിരിക്കും.